ഹലോ മക്കളെ, വെൽക്കം ബാക്ക്. ഇപ്പൊ ഇന്ന് മിസ് വന്നിരിക്കുന്നത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും പഠിത്തമൊക്കെ തുടങ്ങിയെന്ന് വിചാരിക്കുന്നു. ഇനിയും തുടങ്ങിയില്ല, നമുക്ക് സമയമില്ല കേട്ടോ. അപ്പൊ നമ്മുടെ +2 ബോട്ടണിയിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്സ് അല്ലെ ചാപ്റ്റേഴ്സ് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പൊ ഇനി +1 ആർക്കെങ്കിലും മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ട് എങ്കിൽ, A+ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒട്ടും പേടിക്കണ്ട, ഒട്ടും ടെൻഷൻ ആവണ്ട. നിങ്ങൾ +2 നല്ല സ്കോറിലേക്ക് എത്തിയാൽ മതി. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള എല്ലാ ടോപ്പിക്സിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യാനാണ് മിസ് വന്നിരിക്കുന്നത്. അപ്പൊ പാർട്ട് 1 നമ്മൾ 3 ചാപ്റ്റേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിലൊന്ന് സെക്ഷൽ റീപ്രൊഡക്ഷൻ, പിന്നെ ബയോടെക്നോളജിന്റെ 1 and 2 അല്ലെ, പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ്, പിന്നെ ആപ്ലിക്കേഷൻസ്. ഓക്കെ, ഈ 3 ചാപ്റ്റേഴ്സിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു പോകേണ്ട പോയിന്റ്സ് ആണ് മിസ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ പോയിന്റ്സ് എല്ലാം കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പഠിച്ചോളൂ. നിങ്ങൾക്ക് ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യാന്നാണ് മിസ് പറയുന്നത്. ഓക്കെ, ഫൈൻ. യെസ്, അപ്പൊ നമുക്ക് നോക്കിയാലോ. പെട്ടെന്ന് തന്നെ ഫസ്റ്റ് ചാപ്റ്റർ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. നമുക്കറിയാം അതാണ് ഫസ്റ്റ് ചാപ്റ്റർ വരുന്നത്. അതിന്റെ അകത്ത് നിന്ന് നിങ്ങൾക്ക് അത്യാവശ്യം വെയിറ്റേജ് ഉണ്ടാവലുണ്ട്. സോ ഇതിൽ നിന്ന് 20 പോയിന്റ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് പോയിന്റ്, അപ്പൊ പറ്റുന്നവരൊക്കെ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഇത് തന്നെ നിങ്ങൾ പഠിച്ചിട്ട് പോയാൽ നിങ്ങൾ പാസ് ആവും എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട. ഇതിൽ കുറച്ചും കൂടെ എക്സ്ട്രാ ആഡ് ഓൺ ചെയ്ത് നിങ്ങൾ ഒന്നും കൂടെ ഒരു ഡീപ്പ് റീഡിങ്ങിന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്കും ബോട്ടണിയിൽ സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഫസ്റ്റ് നിങ്ങൾ പഠിക്കേണ്ടത് സ്ട്രക്ചർ ഓഫ് മൈക്രോസ്പൊറാഞ്ചിയം ആണ്. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു പെർട്ടിക്കുലർ ഡയഗ്രാം കാണാം. ഈ ഡയഗ്രാം ഓർത്ത് വെക്കണം. ഈ ഡയഗ്രാം നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ 4 ലേയേഴ്സ് ആണ് നമുക്കറിയാം. എപ്പിഡെർമിസ്, എൻഡോത്തീക്കം, മിഡിൽ ലേയേഴ്സ് ആൻഡ് ടപ്പീറ്റം. ഇതിൽ ടപ്പീറ്റം ഇസ് വെരി ഇമ്പോർട്ടന്റ്. ടപ്പീറ്റം സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിങ്ങളോട് 2 മാർക്കിന് വരെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് നോട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, അതാണ് ഫസ്റ്റ് പോയിന്റ് ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ടത്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താണ്? സ്ട്രക്ചർ ഓഫ് പോളൻ ഗ്രെയിൻസ് ആണ്. അപ്പൊ ഇവിടെ ഈ ഒരു പെർട്ടിക്കുലർ പിക്ചർ, അത് പോളൻ ഗ്രെയിൻ്റെ സ്ട്രക്ചർ ആണ്. ഇത് നിങ്ങളോട് ചോദിക്കാറുണ്ട്. ഇത് മാർക്ക് ചെയ്ത് പഠിക്കുക. അതിൽ ജനറേറ്റീവ് സെല്ലും വെജിറ്റേറ്റീവ് സെല്ലും ജനറേറ്റീവ് സെല്ലും കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചു വെക്കുക. ഓക്കെ, അവിടെ അതാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. പിന്നെ അതുപോലെ എക്സൈൻ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അതുപോലെ ഇൻഡൈൻ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അതിന്റെ ആ ഒരു ബിൽഡിംഗ് കോമ്പൗണ്ട് അല്ലെ കോമ്പോണന്റ് എന്താണെന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ്. നെക്സ്റ്റ് നമ്മുടെ സ്ട്രക്ചർ ഓഫ് ഒവ്യൂൾ അല്ലെങ്കിൽ മെഗാസ്പൊറാഞ്ചിയം ആണ്. ഇവിടെ നിങ്ങൾക്ക് ഡയഗ്രാം കാണാം. അപ്പൊ ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ എംബ്രിയോ സാക്കിനെ കുറിച്ചാണ്. എംബ്രിയോ സാക്കിൽ എത്ര ന്യൂക്ലിയസ് ഉണ്ട്, അതുപോലെ എത്ര സെൽസ് ആണ്, ആ ഒരു പെർട്ടിക്കുലർ കാര്യം നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക. നിങ്ങൾക്ക് 1 മാർക്കായിട്ട് ഷുവർ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റൻ ആണ്. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ വേറെ ഓർത്തിരിക്കേണ്ട അടുത്ത പോയിന്റ്, ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് ഫിലിഫോം അപ്പാരറ്റസ് ആണ്. എന്താണ് ഫിലിഫോം അപ്പാരറ്റസ്? അതൊക്കെ കമ്പാരിറ്റീവ്ലി ഞാൻ തവണയെ ചോദിച്ചിട്ടുള്ളൂ. ബട്ട് സ്റ്റിൽ നിങ്ങൾ ഒന്ന് ജസ്റ്റ് നോക്കി പോവാ. പിന്നെ മിസ് പറഞ്ഞ പോലെ എംബ്രിയോ സാക്ക്, അതാണ് നമ്മുടെ ഫീമെയിൽ ഗ്യാമിറ്റോഫൈറ്റ്. അപ്പോൾ ഫീമെയിൽ ഗ്യാമിറ്റോഫൈറ്റ് ഏതാണെന്ന് ചോദിക്കാം, അത് എംബ്രിയോ സാക്ക് ആണെന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് നമ്മുടെ പോളിനേഷൻ എന്ന് പറയുന്നത്. സാധാരണ പോളിനേഷൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ സ്കിപ്പ് ചെയ്തു പോകുന്ന ഒരു പാർട്ടായിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് 2 മാർക്ക് ക്വസ്റ്റിനും 3 മാർക്ക് ക്വസ്റ്റിനും എപ്പോഴും ചോദിക്കാറുള്ള ഒരു ടോപ്പിക്കാണ് നമ്മുടെ പോളിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ 3 ടൈപ്സ് ആണ് പോളിനേഷൻ ഉള്ളത്. അത് ഏതൊക്കെയാണെന്ന് നോക്കി വെക്കുക. പിന്നെ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഇതിൽ ഡിവൈസസ് ഫോർ ഓട്ടോഗമി ആൻഡ് ഡിവൈസസ് ഫോർ ക്രോസ് പോളിനേഷൻ, അത് രണ്ടും ഓർത്തിരിക്കുക. ഇതൊക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക കേട്ടോ മക്കളെ. ഇത് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള നോട്ട്സ് ആണ്, നിങ്ങൾക്ക് അത്ര ഉപകാരപ്പെടുന്ന നോട്ട്സ് ആണ്. ഇനി ടൈപ്സ് ഓഫ് പോളിനേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അത് ഏജൻസ് ഓഫ് പോളിനേഷന്റെ ബേസിസിൽ നമുക്ക് 3 ടൈപ്സ് ആയിട്ട് വീണ്ടും അതിനെ ഡിവൈഡ് ചെയ്യാം. അതാണ് ഫസ്റ്റ് വൺ വിൻഡ് പോളിനേഷൻ, വാട്ടർ പോളിനേഷൻ, ഇൻസെക്ട് പോളിനേഷൻ. ഇതിൽ വിൻഡ് ആൻഡ് വാട്ടർ ആണ് ഏറ്റവും കൂടുതൽ തവണ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഇൻസെക്ട് പോളിനേഷൻ പൊതുവെ കുറവാണ്, ബട്ട് സ്റ്റിൽ അത് കുറച്ചുകൂടി എളുപ്പമാണ് ഓർത്തിരിക്കാൻ. അപ്പൊ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫ്ലവേഴ്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, വിൻഡ് ആൻഡ് വാട്ടർ പോളിനേഷൻ. ഓക്കെ, ഫൈൻ. ഇനി അടുത്തത് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ. ഈ 5 സ്റ്റെപ്സ് ഇതേപോലെ തന്നെ പഠിക്കുക. ആ 5 സ്റ്റെപ്സ് നിങ്ങൾക്ക് ഓർഡർ മാറ്റി തരും, അത് കറക്റ്റ് ഓർഡറിലാക്കാൻ പറയും. ഇത് മാത്രമാണ് നിങ്ങൾ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷനിൽ പഠിച്ചു പോകേണ്ട കാര്യം. ഇനി ഡബിൾ ഫെർട്ടിലൈസേഷൻ ഇസ് അനദർ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അതിൽ 2 പ്രോസസ് ആണ് നമുക്കറിയാം, സിംഗമി ആൻഡ് ട്രിപ്പിൾ ഫ്യൂഷൻ. അത് രണ്ടും ഈ ഒരു ഷോർട്ടൻ ആയിട്ടുള്ള ആ ഒരു പാർട്ട്, ആ ഭാഗം മാത്രം നിങ്ങൾ പഠിച്ചിട്ട് പോയാൽ മതി. അവിടെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് 3 മാർക്ക് വരെ സ്കോർ ചെയ്യാവുന്ന ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റൻ ആണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ. പിന്നെ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഈവൻസിൽ നമുക്ക് ആകെ ഓർത്തിരിക്കേണ്ട കാര്യം എന്താണ്? സൈഗോട്ട് എംബ്രിയോ ആയിട്ട് കൺവേർട്ട് ചെയ്യും, ഓവറി ഫ്രൂട്ടും ഒവ്യൂൾ സീഡും. പിന്നെ പ്രൈമറി എൻഡോസ്പേം സെല്ലാണ് എൻഡോസ്പേം ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഈ കാര്യങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഈ ഒരു ഡൈക്കോട്ട് എംബ്രിയോന്റെ പിക്ചർ ആണ്. ദാറ്റ് ഇസ് അഗൈൻ ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ഈ ഒരു പിക്ചർ നിങ്ങൾ ഓർത്തിരിക്കുക, അത് കറക്റ്റ് ആയിട്ട് നെയിം ചെയ്യാൻ പഠിക്കുക. ഇനി അടുത്ത എന്താണ്? നമ്മുടെ മോണോകോട്ട് എംബ്രിയോ ആണ്. ഇവിടെ എപ്പോഴും നിങ്ങളോട് 1 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഏതാണത്? നമ്മുടെ മോണോകോട്ട് എംബ്രിയോയിൽ ഒറ്റ ഒരു കോട്ടിലിടനേ ഉള്ളൂ. ആ കോട്ടിലിടന്റെ പേരെന്താണ്? ദാറ്റ് ഇസ് സ്ക്യൂട്ടെല്ലം. ഓക്കെ, ഇത് നിങ്ങളോട് ചോദിക്കാറുള്ള ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്.
ആണ്. ഇപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ ഡയഗ്രാം, മോണോകോട്ടിന്റെ ആ ഒരു ഡയഗ്രാം കൂടെ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക, അതും നിങ്ങളോട് ചോദിക്കാറുണ്ട്. അപ്പൊ അത്രയും പോയിന്റ്സ് ആയി. ഇനി ഇവിടെ എംബ്രിയോ ഫോർമേഷനിൽ ഈ ഒരു ഓർഡർ നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ മക്കളെ. അതായത് ഗ്ലോബുലാർ എംബ്രിയോ, ഹാർട്ട് ഷേപ്ഡ് ആൻഡ് ദെൻ മെച്യൂർ എംബ്രിയോ. അപ്പൊ ആ ഒരു ഓർഡർ നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കും, കറക്റ്റ് ഓർഡർ എന്താണെന്നുള്ളത്. അതാണ് നിങ്ങൾ ഇവിടെ ഓർത്തിരിക്കേണ്ടത്. ഓക്കെ ഫൈൻ. നെക്സ്റ്റ് പെരിസ്പേം. ഓക്കെ, എന്താണ് ഈ പെരിസ്പേം എന്നുള്ളത്? അതുപോലെ പെരികാർപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഫ്രൂട്ട് വാൾ ആണ്. പിന്നെ നിങ്ങളോട് ചോദിക്കാറുള്ള മറ്റൊരു ക്വസ്റ്റൻ ആണ് 18th പോയിന്റ് ആയിട്ട് മിസ് കൊടുത്തിരിക്കുന്ന ട്രൂ ഫ്രൂട്ട്സും ഫാൾസ് ഫ്രൂട്ട്സും പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സും. ഇത് മൂന്നും വിത്ത് എക്സാമ്പിൾ നിങ്ങൾ പഠിച്ചിരിക്കുക. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് ക്വസ്റ്റൻ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ ചോദിക്കുന്നതാണ് അപ്പോമിക്സിസ് എന്താണെന്നും പോളി എംബ്രിയോണി എന്താണെന്നും. ഇതിനൊക്കെ എക്സാമ്പിൾ പഠിക്കാൻ മറക്കരുത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രധാനമായിട്ടും ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. ഇത് കൃത്യമായി പഠിച്ചിട്ട് പോയിക്കോളൂ. ഫസ്റ്റ് ചാപ്റ്ററിലെ കാര്യം സെറ്റ് ആണ്. യെസ്, ഇനി നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ആണ്. ഏതാണ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ? ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു 5 മാർക്ക് വരെയൊക്കെ എക്സ്പെക്ട് ചെയ്യാവുന്ന മറ്റൊരു ചാപ്റ്റർ ആണ്. അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് നമുക്ക് നോക്കേണ്ടത്? അതിൽ പ്രിൻസിപ്പിൾസിൽ ജനറ്റിക് എഞ്ചിനീയറിംഗ്, ബയോപ്രോസസ് എഞ്ചിനീയറിംഗ് ജസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കിയിരുന്നാൽ മാത്രം മതി. ഇനി നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ് നമ്മുടെ ടൂൾസ് ഓഫ് ആർ DNA ടെക്നോളജി. അതിലെന്താണ് 6 ടൂൾസ് ഉണ്ട്. ആ 6 ടൂൾസും ഇതാ നെയിംസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് മിസ്. ഇത് സ്ക്രീൻഷോട്ട് എടുക്കുക, ഇത് തന്നെ നിങ്ങൾ പഠിക്കുക കേട്ടോ. ഇനി അടുത്തത് നമ്മുടെ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസസ്, മോളിക്കുലാർ സിസേഴ്സ് അല്ലെ എന്നറിയപ്പെടുന്ന ആരാണെന്ന് നിങ്ങളോട് 1 മാർക്കിൽ ചോദിക്കാറുണ്ട്. അത് നിങ്ങൾ ഓർത്ത് വെക്കുക. ഇനി ഫസ്റ്റ് ഡിസ്കവേർഡ് ആയിട്ടുള്ള റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അനദർ 1 മാർക്ക് ക്വസ്റ്റ്യൻ. പിന്നെ റെക്കഗ്നിഷൻ സീക്വൻസ് എന്താണെന്ന് ചോദിക്കൽ കുറവാണ്, ബട്ട് സ്റ്റിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി നോമെൻക്ലേച്ചർ ഓഫ് റെസ്ട്രിക്ഷൻ എൻസൈംസ്. ദിസ് ഈസ് അഗൈൻ ആൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ ഒന്നിനെ നെയിം ചെയ്യുന്നത്? അത് വിത്ത് എക്സാമ്പിൾ നിങ്ങൾ എഴുതുകയാണെങ്കിൽ ഫുൾ മാർക്ക്, 2 മാർക്കും 3 മാർക്കും നിങ്ങൾക്ക് സുഖമായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന മറ്റൊരു ക്വസ്റ്റൻ ആണിത്. 2 മാർക്കായിട്ടും ചോദിക്കാറുണ്ട്, 3 മാർക്കായിട്ടും ചോദിക്കാറുണ്ട്. യെസ്. ഇനി അടുത്ത പോയിന്റ് എന്താണ്? നമ്മുടെ എക്സോന്യൂക്ലിയസും എൻഡോന്യൂക്ലിയസും തമ്മിലുള്ള ഡിഫറൻസസ് ചോദിക്കാറുണ്ട്. അത് നിങ്ങൾ ഓർത്ത് വെക്കുക. പിന്നെ പാലിൻഡ്രോം സീക്വൻസ് എന്താണെന്നുള്ളത് നോക്കുക. ഓക്കെ, അത്രയും കാര്യങ്ങളാണ്. പിന്നെ നമ്മുടെ DNA ലിഗേസ് എന്താണ്? ജോയിനിങ്ങിന് വേണ്ടിയിട്ടാണ്, ഗ്ലൂ ആണ് അല്ലെ, മോളിക്കുലാർ ഗ്ലൂ. അത് ഓർത്തിരിക്കുക. അതൊക്കെ 1 മാർക്ക് ക്വസ്റ്റൻ ആണ് കേട്ടോ. ജെൽ ഇലക്ട്രോഫോറസിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ചാപ്റ്ററിൽ നിന്ന് 3 മാർക്ക് അല്ലെ 2 മാർക്കിന് വരാൻ ചാൻസ് ഉള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ് ജെൽ ഇലക്ട്രോഫോറസിസ്. ഓക്കെ, എന്താണ് ആ ഒരു പെർട്ടിക്കുലർ ടെക്നിക്? പിന്നെ ഇവിടെ യൂസ് ചെയ്യുന്ന ആ ഒരു ജെൽ ഏതാണ്? അത് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. അഗാരോസ് ആണ് അല്ലെ. യെസ്. ഇനി ഇവിടെ ഈ ഒരു പെർട്ടിക്കുലർ പിക്ചർ നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഈ പിക്ചർ തന്നിട്ട് ജെൽ ഇലക്ട്രോഫോറസിസ് ആണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ ഈ പിക്ചർ ഓർത്തിരിക്കുക. അപ്പൊ എന്താണ് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ സിമ്പിൾ ആയിട്ടൊന്ന് പഠിച്ചു വെക്കുക കേട്ടോ. പിന്നെ സ്റ്റെയിൻ യൂസ് ചെയ്യുന്നത് ഏതാണെന്നുള്ള കാര്യവും നിങ്ങൾ കൃത്യമായി ഓർത്തിരിക്കേണ്ടതാണ്. ഇത്തീരിയം ബ്രോമൈഡ് ആണ് അല്ലെ. അപ്പൊ ഇലൂഷൻ എന്താണ്? ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് പഠിച്ചിരിക്കുക. ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലോണിംഗ് വെക്ടേഴ്സ് ആണ്. അത് ഓക്കെ, ജസ്റ്റ് ഒന്ന് ക്ലോണിംഗ് വെക്ടേഴ്സിന്റെ ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ടല്ലോ. ഓക്കെ, ഒരു വെക്ടർ അങ്ങനെ ആവണമെങ്കിൽ എന്തൊക്കെയാണ് അതിന്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സ്? ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇവിടെ 4 ഫീച്ചേഴ്സ് മിസ് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു പെർട്ടിക്കുലർ PBR 322 ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇതും നിങ്ങളോട് പലപ്പോഴും 2 മാർക്കിനും 3 മാർക്കിനും ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഈ ഒരു പിക്ചർ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഓക്കെ, ഇനി പ്ലാന്റ്സിന്റെ ആനിമൽസിനും വേണ്ടിയിട്ട് ക്ലോൺ ചെയ്യാൻ ഉപയോഗിക്കുന്ന ജീൻസ് ഏതാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അഗ്രോബാക്ടീരിയൻ ട്യൂമിഫിഷ്യൻസ് ആണ്. റൈറ്റ്. ഇനി വേറെന്താണ്? നമ്മുടെ കോമ്പിറ്റന്റ് ഹോസ്റ്റ് ആണ്. അതിനെക്കുറിച്ച് അങ്ങനെ ക്വസ്റ്റ്യൻസ് സാധാരണയായിട്ട് കണ്ടിട്ടില്ല, പക്ഷെ ചില സമയങ്ങളൊക്കെ കുറച്ച് മുന്നേ ഉള്ള വർഷങ്ങളിലൊക്കെ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. അതായത് എങ്ങനെയാണ് നമ്മൾ ഹോസ്റ്റ് സെല്ലിലേക്ക് ഈ ഒരു പെർട്ടിക്കുലർ ഏലിയൻ DNA ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് ചോദിക്കാറുണ്ട്. ഈ 3 മീൻസ് മെത്തേഡ്സ്, അതിൽ മൈക്രോ ഇഞ്ചക്ഷൻ ആൻഡ് ബയോളിസ്റ്റിക്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് നിങ്ങളോട് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ആൻഡ് പ്രോസസ്സസ് ഓഫ് DNA ടെക്നോളജി നമ്മൾ ഓൾറെഡി പറഞ്ഞു. ദാറ്റ് ഓൾസോ യു ഹാവ് ടു സ്റ്റഡി ഇൻ ദിസ് പെർട്ടിക്കുലർ ഓർഡർ. ഓക്കെ, പിന്നെ അടുത്തത് ജീൻ ആംപ്ലിഫിക്കേഷൻ ആണ്. ആ ഒരു കാര്യം നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. അതൊക്കെ അതിനകത്ത് ഏതാണ് ഈ ഒരു പെർട്ടിക്കുലർ ടാഗ് പോളിമറൈസിന്റെ കാര്യം ചോദിക്കാറുണ്ട്. അത് ഏതിൽ നിന്നാണ് ഒപ്റ്റെയിൻ ചെയ്യുന്നത് ചോദിക്കാറുണ്ട്. ആ ബാക്ടീരിയത്തിന്റെ പേരാണ് ചോദിക്കാറ്. അതൊക്കെ 1 മാർക്ക് 2 മാർക്കാണ്. പിന്നെ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് യെസ് പോളിമർ ചെയിൻ റിയാക്ഷൻ. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിന്റെ 3 സ്റ്റെപ്സ് നിങ്ങൾ അതുപോലെ തന്നെ പഠിക്കുക. ഈ പിക്ചർ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഈ പിക്ചർ വെച്ചിട്ടും ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, ഇനി ബയോ റിയാക്ടേഴ്സ് അഗൈൻ വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ബയോ റിയാക്ടർ എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു എന്ന് നിങ്ങളോട് ചോദിക്കാറുണ്ട്. ടൈപ്സ് ചോദിക്കാറുണ്ട്. ടൈപ്സിനേക്കാൾ കൂടുതൽ ബയോ റിയാക്ടർ എന്താണെന്നും ഈ ഒരു പിക്ചർ ഐഡന്റിഫൈ ചെയ്യാനുമാണ് ചോദിക്കാറുള്ളത്. സോ രണ്ടാമത്തെ ചാപ്റ്ററും ഇത്രയും പോയിന്റ്സ് മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സുഖമായിട്ട് വാങ്ങിക്കാം, പാസ് ആവുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ആൻഡ് ഫൈനലി മൂവിംഗ് ടു ദ ലാസ്റ്റ് ചാപ്റ്റർ ഇൻ ദിസ് പെർട്ടിക്കുലർ പാർട്ട്. ഓക്കെ, അതെന്താണ്? ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ് ആണ്.
അതിൽ ടിഷ്യൂ കൾച്ചർ എന്താണെന്നുള്ള കാര്യം ഒന്ന് ഓർത്തിരിക്കുക. എക്സ്പ്ലാൻ ഒക്കെ 1 മാർക്കിന് നിങ്ങളോട് ചോദിക്കാറുണ്ട്. ടോട്ടി പൊട്ടൻസി എന്താണെന്നുള്ള കാര്യം നിങ്ങളോട് ചോദിക്കാറുണ്ട്. പിന്നെ ഈ ഒരു പെർട്ടിക്കുലർ അഡ്വാൻറ്റേജസ് ഓഫ് ടിഷ്യൂ കൾച്ചർ ഒന്ന് ഓർത്തിരിക്കുക. മിസ് അടുത്ത് പറഞ്ഞു പോകുന്നതനുസരിച്ച് നിങ്ങൾ ഈ ഒരു പെർട്ടിക്കുലർ സ്ക്രീൻഷോട്ട് എടുത്ത് പോവുകയാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും. ഈ പോയിന്റ്സ് തന്നെ നിങ്ങൾ പഠിച്ചു പോയാൽ മതി കേട്ടോ. ഇനി അടുത്തത് സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ ആണ്. അത് എന്താണെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. അതിന്റെ സ്റ്റെപ്സും അതേപോലെ തന്നെ പഠിച്ചു വെക്കുക. ഓക്കെ, പിന്നെ മൈക്രോ പ്രൊപ്പഗേഷൻ അതുപോലെ തന്നെ സോമാക്ലോൺസ് ഒക്കെ ഓക്കെ ഫൈൻ, അതൊന്നും അത്ര നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് അല്ല. ഇനി ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഓർഗാനിസംസ് എന്തൊക്കെയാണ്, എന്താണ് അതെന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക. അതുപോലെ അതിന്റെ അഡ്വാൻറ്റേജസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് നിങ്ങൾക്ക് ഒരു 2 മാർക്ക് വരെയൊക്കെ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റൻ ആണ്. BT കോട്ടൺ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് നമ്മുടെ BT കോട്ടണും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നെമാറ്റോഡിന്റെ ആ ഒരു ഇൻഫെക്ഷൻ, ഓക്കെ, അത് മെലോഡിഗൈൻ ഇൻകോഗ്നീഷ്യ എന്ന് പറഞ്ഞ ആ ഒരു ടുബാക്കോ പ്ലാന്റിന്റെ കാര്യങ്ങൾ അല്ലേ. അപ്പൊ ആ ഒരു പെർട്ടിക്കുലർ കാര്യം നിങ്ങൾ RNA ഇന്റർഫറൻസ് ഈ ഒരു കാര്യങ്ങളൊക്കെ, പിന്നെ RNA സൈലൻസിങ് ഈ കാര്യങ്ങളും കൂടി ഒന്ന് നിങ്ങൾ ഓർത്തിരിക്കണം. അത് പഠിക്കണം. അതും 2 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്, പക്ഷെ കമ്പാരിറ്റീവ്ലി കുറവാണ്. മറ്റ് കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് കൂടുതൽ. BT കോട്ടനാണ് കൂടുതലും ചോദിക്കാറുള്ളത്. ചിലപ്പോൾ ഓർ ക്വസ്റ്റൻ ഒക്കെ ഇത് വരാറുണ്ട്. ഓക്കെ, ഇനി ജനറ്റിക്കലി എഞ്ചിനീയർഡ് ഇൻസുലിൻ, ദാറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു പെർട്ടിക്കുലർ പിക്ചർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് നിങ്ങളോട് ചോദിക്കാറുണ്ട്, ഇത് നെയിം ചെയ്യാൻ ചോദിക്കാറുണ്ട്. സോ യു ഹാവ് ടു സ്റ്റഡി ദിസ് പെർട്ടിക്കുലർ പിക്ചർ ടു. ഓക്കെ, ഇനി ജീൻ തെറാപ്പി ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ജീൻ തെറാപ്പി എന്ന് പറയുന്നത്. പിന്നെ എലീസ എന്താണ്, പ്രിൻസിപ്പിൾ ഓഫ് എലീസ എന്താണെന്ന് 1 മാർക്കിന് നിങ്ങളോട് ചോദിക്കാറുണ്ട്. ഓക്കെ, പിന്നെ മോളിക്കുലാർ ഡയഗ്നോസ്റ്റിക് ടെക്നിക്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. പ്രോബ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. ഇതൊക്കെ 1 മാർക്ക് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. ജീൻ തെറാപ്പി പക്ഷെ 2 മാർക്ക് 3 മാർക്ക് ക്വസ്റ്റൻ ആയിട്ട് വരാറുള്ളതാണ്. ഇനി ട്രാൻസ്ജനിക് ആനിമൽസ് എന്താണെന്നുള്ളതും ഇതിന്റെ ബെനിഫിറ്റ്സ് എന്താണെന്നുള്ളതും നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. അതൊക്കെ എളുപ്പത്തിൽ പഠിക്കാവുന്നേ ഉള്ളൂ. പിന്നെ GEAC എന്താണ് ഫുൾ ഫോം, എപ്പോഴും അത് എക്സ്പാൻഡ് ചെയ്യാൻ 1 മാർക്കിന് നിങ്ങളോട് ചോദിക്കാറുണ്ട്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് 1 മാർക്ക് ക്വസ്റ്റൻ. ആൻഡ് ബയോപൈറസി എന്താണെന്നുള്ള കാര്യവും ചോദിക്കാറുണ്ട് മക്കളെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ 3 ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ പഠിച്ചു പോകേണ്ടത്. ഈ പോയിന്റ്സ് പഠിച്ചു കഴിഞ്ഞാൽ മിസ് പറയുന്നു ഈ 3 ചാപ്റ്ററും നിങ്ങളുടെ കയ്യിലാണ്. ഓക്കെ, ഫുൾ മാർക്ക് സുഖമായിട്ട് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ പാർട്ട് 2 ആയിട്ട് മിസ് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് എക്സാം സെറ്റ് ആക്കാം. ബോട്ടണി എന്താണെങ്കിലും ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, സോ സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.